നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 22 ശനിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഫെബ്രുവരി 28 വൈറ്റ് ഹൌസിലായിരിക്കും കൂടിക്കാഴ്ച. ചാഗോസ് ദ്വീപുകൾ സ്വന്തമാക്കാനുള്ള മൌറീഷ്യസിന്റെ നിയമപരമായ അവകാശവാദം, ഉക്രൈനിലെ സംഘർഷം, അന്താരാഷ്ട്ര സംരക്ഷണത്തിൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള UK പദ്ധതികൾ എന്നീ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെടും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായും ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലീവിറ്റ് അറിയിച്ചു. യുകെയിലെ ഉപഭോക്താക്കളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഡാറ്റ സുരക്ഷാ സംവിധാനം നീക്കം ചെയ്യാൻ ആപ്പിൾ. ഉപഭോക്തൃ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ടെക് ഭീമിന്റെ അഭൂതപൂർവമായ നടപടി. അക്കൌണ്ട് ഉടമകൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് മാറ്റം വരുത്തുക. സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷനുള്ള ഡാറ്റ ആപ്പിൾ ആക്സസ് ചെയ്യുകയും വാറന്റ് ഉണ്ടെങ്കിൽ പിന്നീട് അത് നിയമപാലകരുമായി പങ്കെടുക്കുകയും ചെയ്യാം. സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്ക് പുതിയ നേരിട്ടുള്ള ട്രെയിൻ റൂട്ടുകൾ തുറക്കും. ലണ്ടൻ സെന്റ് പാൻക്രാസ് സ്റ്റേഷനിൽ നിന്നുമാകും ട്രെയിൻ സർവീസുകൾക്ക് തുടക്കമാവുക. യുകെയും യൂറോപ്പും തമ്മിലുള്ള റെയിൽ കണക്ടിവിറ്റി വിപുലീകരിക്കുവാൻ സഹായിക്കുന്ന കരാറിൽ ലണ്ടൻ സെന്റ് പാൻക്രാസും ഹൈസ്പീഡും ഗെറ്റ്ലിങ്കും ഒപ്പുവെച്ചു. പല യൂറോപ്യൻ നഗരങ്ങളിലും 6 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ വഴി നേരിട്ട് എത്തിച്ചേരുവാൻ കഴിയുന്ന തരത്തിലാകും യാത്രകൾ. ക്രിമിനൽ ആവശ്യങ്ങൾക്കായി സംഘങ്ങൾ ചൂഷണം ചെയ്യുന്ന കുട്ടികൾക്കും ദുർബലരായ ആളുകൾക്കും കൂടുതൽ സംരക്ഷണം ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട 2 ക്രിമിനൽ കുറ്റകൃത്യ ബില്ലുകൾ അടുത്ത ആഴ്ച സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും. മയക്കുമരുന്ന് ഇടപാട് പോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കുറ്റവാളികൾ അനുവാദമില്ലാതെ ദുർബലനായ ഒരു വ്യക്തിയുടെ വീടിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്ന അങ്ങേയറ്റം ചൂഷണപരമായ സമ്പ്രദായമായ കോയിലിംഗ് നിരോധിക്കുന്നതിന് സുപ്രധാന നിയമനിർമ്മാണം കൊണ്ടുവരും. കുട്ടിയെ ക്രിമിനൽ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന മുതിർന്നവർക്കെതിരെ മറ്റൊരു പുതിയ കുറ്റകൃത്യവും സൃഷ്ടിക്കും. ഈ 2 നടപടികളും അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സർക്കാരിന്റെ സുപ്രധാന ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിന്റെ ഭാഗമാകും. എഡ്വിൻ ബറയിലെ കിങ്സ് തിയേറ്ററിൽ നിന്ന് 118 വർഷം പഴക്കമുള്ള സന്ദേശമടങ്ങിയ ബോട്ടിൽ കണ്ടെത്തി. തിയേറ്ററിന്റെ ചരിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ മൈക്ക് ഹ്യൂമനാണ് ബോട്ടിൽ ലഭിച്ചത്. ഇത് 1906 തിയേറ്റർ തുറന്ന സമയത്ത് എഴുതപ്പെട്ട സന്ദേശമാണ് കുപ്പിക്കുള്ളിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ബോട്ടിൽ സുരക്ഷിതമായി തുറന്ന് സന്ദേശം പരിശോധിക്കുന്നതിനായി സ്കോട്ടിഷ് കൺസർവേഷൻ സ്റ്റുഡിയോയ്ക്ക് കൈമാറി. യുകെയിൽ ഇന്നും നാളെയുമായി കാറ്റും തണുപ്പും വർദ്ധിക്കുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 70 മൈൽ വേഗത്തിൽ വരെ കാറ്റടിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ച രാവിലെയോടെ ശക്തി പ്രാപിക്കുന്ന തെക്കൻ കാറ്റും തെക്കൻ പടിഞ്ഞാറൻ കാറ്റും മണിക്കൂറിൽ 50 മുതൽ 60 മൈൽ വേഗത വരെ കൈവരിക്കുമെന്നും ചിലപ്പോൾ മണിക്കൂറിൽ 70 മൈൽ വേഗതയും കൈവരിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സ്കോട്ട്ലാൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ടിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലെയ്സ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബ്രെന്റ്ഫോർഡ് ആധികാരിക വിജയം നേടി. തുടർച്ചയായ 6ാം പ്രീമിയർ ലീഗ് ഹോം ഗ്രൌണ്ട് തോൽവിയാണ് ലെയ്സ്റ്റർ സിറ്റി ഏറ്റുവാങ്ങിയത്. യോന വിസ, ബ്രയൻ എംബ്യൂമോ, ക്രിസ്ത്യൻ നോവ്ഗാർഡ്, ഫാബിയോ കാർവാലോ എന്നിവരാണ് ബ്രെന്റ്ഫോർഡിന് വേണ്ടി ഗോളുകൾ നേടിയത്. വിജയത്തോടെ ബ്രെന്റ്ഫോർഡ് പോയിന്റ് ടേബിളിൽ ലീഡുയർത്തി 10ാം സ്ഥാനത്തെത്തി. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റിന്റെ 4ാം മത്സരമായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടൽ നടക്കുക. കഴിഞ്ഞ 2 ICC ഏകദിന ടൂർണമെന്റുകളിലും വിജയികളായ ഇരു ടീമുകളും അല്പം ആത്മവിശ്വാസക്കുറവിലാകും മത്സരിക്കാനിറങ്ങുക. ഇന്ത്യയോട് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇംഗ്ലണ്ട് തോറ്റപ്പോൾ കൊളംബിയയിൽ നടന്ന 2 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയയും
ശ്രീലങ്കയോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിലെ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന്റെ മികച്ച റെക്കോർഡും ആണുള്ളത്. 5 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് 3 ജയിച്ചപ്പോൾ ഓസ്ട്രേലിയ 2 തവണയാണ് വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ പോരാട്ടമാകും ഇരു ടീമുകളും കാഴ്ചവെക്കുക. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അയക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്ക. ഇന്ത്യക്കാരെ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് നാടുകടത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഇന്ന് സമാപിക്കും. കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും നിക്ഷേപകരുമായി ഇന്നും ചർച്ചകൾ നടത്തും. അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികൾ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികം തസ്തികയിൽ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകിയെന്ന എജിയുടെ റിപ്പോർട്ട്. 700-ലധികം തസ്തിക അധികമായി സൃഷ്ടിച്ചു. പൊതുഭരണ വകുപ്പിൽ എജി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തുവന്നിട്ടുള്ളത്. പാലക്കാട് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിറ്റൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി തീയണയ്ക്കാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പറഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിയാർകുട്ടി ഇടയോട്ടിൽ പോസ്റ്റ് ഭാര്യ റീന ഇവരോടൊപ്പം ജീപ്പ് ഓടിച്ചിരുന്ന പന്നിയാർകുട്ടി തട്ടപ്പള്ളിയിൽ അബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.